ഹായ്, ഇപ്പൊ നമ്മളുള്ളത് എവിടെയാണ്? കാട്ടിലങ്ങാടി. രണ്ട് കാട്ടിലങ്ങാടി ഉണ്ട് മലപ്പുറം ജില്ലയിൽ. കുറെ ഉണ്ട്, പക്ഷെ പിന്നെ ഇപ്പൊ നമ്മളുള്ള ഇതെന്ന് പറയുന്നത് തിരൂര് പുത്തനത്താണിക്ക് അടുത്തുള്ള കാട്ടിലങ്ങാടിയാണ്. അപ്പൊ ഇത് പറയുമ്പോ തന്നെ നിങ്ങൾ ഞങ്ങളെ ബാക്കിലേക്ക് നോക്കിയാൽ മതി. എന്താ രസം അല്ലേ? എങ്ങനെയുണ്ട്? അടിപൊളി വെള്ളച്ചാട്ടം. അപ്പോ ഈ വെള്ളച്ചാട്ടത്തിന് വേറെ പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് എവിടുന്ന് വരുന്നതാണെന്ന് അറിയോ? ഇത്രയും ഒഴുക്ക് കണ്ടാൽ നമ്മൾ വിചാരിക്കുന്നത് ഏതെങ്കിലും പാറന്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടമാണെന്ന് നമ്മൾ വിചാരിച്ചു പോകും. പക്ഷെ അതൊന്നുമല്ല. സത്യത്തിൽ ഇവിടെ അടുത്തൊരു പാടുണ്ട്. ആ പാടത്തുനിന്ന് മഴക്കാലത്ത് പെയ്ത വെള്ളമാണ് ശരിക്കും എന്ത് ചെയ്യുന്നത് ഈ കാണുന്നത് ഫുള്ള്. തീർച്ചയായിട്ടും അതുപോലെ ഇതുപോലെ കുളിക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ വെള്ളച്ചാട്ടത്തിന് അടിയിൽ നല്ല കോരെടുത്ത പാറെടുത്ത അടിയിൽ കോരെടുത്ത പാറയാണെന്നൊക്കെയാണ് ബോസ് പറയണേ. അപ്പൊ എന്തായാലും കരിങ്കൽ കോരയാണിത്. അപ്പോ പണ്ടായിരുന്നു നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഇവിടെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത്. ഏതായാലും പിന്നെ അപ്പുറത്ത് വലിയ പാടം, ആ പാടത്തിന് തന്നെ വെള്ളാട്ടോ ഇത്. ഇതിന് വേറെ ഒന്ന് ഇവിടെ ആരോ കുളിക്കാൻ വന്നിട്ട് മരിച്ചു, അവിടുന്ന് ചാടിയെന്നോ മരിച്ചെന്നോ ആരോ കാക്ക നേരത്തെ മോളിന്ന് പറഞ്ഞു. അതൊക്കെ ഇയാള് കേട്ടിട്ടില്ല, നമ്മള് കേട്ടിട്ടില്ല. നേരത്തെ ഓനാത് പറഞ്ഞത്, എന്നിട്ടോ തള്ളണ്. അപ്പൊ ഇങ്ങോട്ട് വരുന്ന വഴി രസം കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെറിയ കുറച്ചുള്ളൂ നടക്കാന്. നമ്മൾ റോഡ് സൈഡിൽ തന്നെയാണ്, കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തും. പിന്നെ ഓവറോൾ ഇതിന് കുളിക്കാനുള്ള സംവിധാനങ്ങൾ അവിടെ സെറ്റാണ്. നമ്മളങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് സംഭവം സെറ്റാണ്. പിന്നെ ഏതായാലും നമ്മള് ഫ്രണ്ട്സൊക്കെ നിൽക്കുമ്പോൾ അങ്ങോട്ട് വരിക. എസ്പെഷ്യലി ഇത് എപ്പോ വരണം? മഴക്കാലത്ത് വരണം എന്നുള്ളതാണ്. മഴക്കാലത്ത് വരുമ്പോൾ കുറച്ചും കൂടെ എന്തായിരിക്കും, നന്നായിട്ട് ഭംഗിയൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് തോന്നുന്നത്. മഴക്കണ്ടെങ്കിൽ ഒന്നുകൂടെ ഒരു വൈബായി. ചിറാപ്പൂഞ്ചി മയത്തുന്നൊക്കെയുള്ള ഒരു പാട്ടൊക്കെ ഇട്ടാണ്ട് റീലൊക്കെ എടുക്കുമ്പോണ്ടല്ലോ സംഗതി മിന്നും അല്ലേ? എന്താ അഭിപ്രായം? അപ്പോ ഏതായാലും ഇങ്ങോട്ടൊക്കെ വരിക. സ്ഥലം കറക്റ്റ് ലൊക്കേഷൻ എവിടെയാന്നുള്ളത് പറഞ്ഞുതരാം. പിന്നെ നമ്മളെ തിരൂര് പുത്തനത്താണിക്ക് അടുത്താണ് പിന്നെ കാട്ടിലങ്ങാടി എന്ന് പറയുന്ന സ്ഥലം ഉള്ളത്. അവിടെ മാട്ടുമ്മൽ ആദവനാട് പഞ്ചായത്തിന്റെ പിന്നെ അധീനതയിൽ വരുന്ന സ്ഥലമാണിത്. പക്ഷെ ഞങ്ങൾക്ക് ഗ്രാമപഞ്ചായത്തിനോട് ചെറിയ നിർദ്ദേശം വെക്കാനുണ്ട്. പിന്നെ ഇതിന്റെ ചുറ്റുഭാഗം ഇങ്ങനെ ഈ കാട് ഇങ്ങനെ വെട്ടിമൂടി കിടക്കാണ്. ഇവിടെ കുറച്ചൊക്കെ ഒന്ന് ഭംഗിയാക്കിയാൽ നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ ആയിട്ട് മഴക്കാലത്തെങ്കിലും മാറും. അതേപോലെ ഈ വേലികളൊക്കെ ഒന്ന് കെട്ടി നിന്നാൽ ഒന്നും കൂടെ ഉഷാറാവും. കാരണം ആളുകളെ നീന്താ അറിയാത്ത ആളുകൾ ഞങ്ങളെപ്പോലെ ആൾക്കാരൊക്കെ വരുന്നതാണല്ലോ. അപ്പൊ ഇതിലേക്ക് വീണ് കഴിഞ്ഞാലും പ്രശ്നം. പ്രത്യേകിച്ച് ഇതാ നിക്കണോക്കണ്ട, നീന്താനൊന്നും അറിയില്ല വണ്ടിയില് കപ്പുണ്ട്, വണ്ടിയില് പക്കറ്റ് കപ്പൊക്കെ ഉണ്ട്. കൊണ്ടുപോകണമെങ്കിൽ നാലാൾക്ക് ഒരുമിച്ചാ കൊണ്ടുപോകുള്ളൂ. ചാടുമ്പോ നാലാൾ കൂടി ചാടുള്ളൂ. ബക്കറ്റും കപ്പയിലേക്കാണ് പോന്നിക്കണേ. ഏതായാലും ബാക്കി കുളിക്കുമ്പോ കാണാൻ. ഓക്കെ.